അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞമ്മക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ദിവസം ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല കേട്ടോ. ഒരു 100 പോയിട്ട് ഇപ്പോൾ 50 വരെ ആൾ കാണുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാലും നമ്മൾ നിങ്ങളെ വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ വർപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എന്താണ് നമ്മൾ എത്താത്തൊക്കെ വന്ന പിറ്റത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഉരുണ്ട ചക്കട്ട, നല്ലൊരു ബോള് പോലത്തെ ചക്കേനിത്. അപ്പം അതിങ്ങനെ മുറിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. പക്ഷേ വീഡിയോ ഓണാക്കില്ല. ഒരു മിനിറ്റോളം ഞാനിങ്ങനെ വീഡിയോ ഓണായി എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഫോണിൽ വീഡിയോ ഓണായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിന് ഇവിടെ ചക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഓണാക്കി എന്ന് വിചാരിച്ചുകൊണ്ട് നല്ലൊരു ചക്കണ്ട്, അടിപൊളി ചക്കാണ് നമ്മൾ ചേച്ചി തന്നാണ് കേട്ടോ, വീട്ടിൻ്റെ അടുത്തുള്ള. അപ്പോൾ അതൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ചെമ്മീൻ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീനിലിടാനൊന്നുമില്ല, വെറും ചക്കക്കുരു മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ കൂടുതൽ മുരിങ്ങക്കായൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അയൽവാസിനോട് പറഞ്ഞ് ഒരു മാങ്ങ തരുമോ എന്ന് പറഞ്ഞു. അപ്പം ഓളെ അടുത്തേക്ക് പോയതാണ് കേട്ടോ, ഒരു മാങ്ങ പറിക്കാൻ. ഒരു മാങ്ങ പറിച്ചപ്പോൾ പക്ഷേ ഓളവിടെ ഇല്ല കേട്ടോ. അപ്പം ഓളെ ഞാൻ വിളിച്ച് നോക്കുമ്പോൾ ഓളെ നിജ് പറിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ഞാൻ പറിച്ച്. അപ്പം അത് പറിച്ച് നോക്കുമ്പോൾ നല്ലോണം മഞ്ഞായി കിടക്കുന്നുണ്ടോ നമ്മളെ മൊത്തിൻ്റെ ഭാഗമൊക്കെ. അപ്പം ഞാൻ അടിഭാഗം ഒന്ന് കടിച്ച് നോക്കുമ്പോൾ നല്ല മധുരം. അപ്പോൾ ചെമ്മീൻ കറിയിലിട്ടാൽ പുളി ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിക്കാണ്ട് ഒന്നും കൂടെ പറിച്ചിട്ട് ചെറുത് നോക്കിക്കാണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്. ഇനി ഒരു മൂത്ത് പോയിക്കണം മാങ്ങ കേട്ടോ. അപ്പോൾ പുളിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, മധുരം ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ തിന്നിട്ടൊന്ന്. അപ്പോൾ അയില പൊരിച്ചതും ചെമ്മീൻ കറിയും അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളമ്മ പോവാൻ വേണ്ടിക്കാണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിനി നമ്മളമ്മ പോയിന്ന്. അപ്പോൾ അന്ന് പോവാൻ നിൽക്കുന്ന ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നു, നമ്മളെ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ നമ്മൾ ഉമ്മയൊക്കെ പോയി. അപ്പോൾ ചോറും തിന്ന പ്ലേറ്റൊക്കെ ഞാൻ അടുക്കളയിൽ ഇങ്ങനെ കട്ടിക്ക് വെച്ചാണ് കേട്ടോ. എന്തോ ഒരു വിഷമമായിരി കേട്ടോ. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പാത്രം കേക്കി കുത്തിരിക്കേണ്ടല്ലോ വിചാരിച്ചുകൊണ്ടാണ് ഞാനതവിടെ വെച്ചത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് എൻ്റെ മോന് കളിക്കാൻ പോകുമ്പോൾ ഓനെന്നെ ചായ ഉണ്ടാക്കി, ഓനെന്നെ ബിസ്ക്കറ്റൊക്കെ എടുത്ത് തിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ പവറാണ് കേട്ടോ, ഒരു ഭാഗം ഇങ്ങനെ ഇരുണ്ട് കൂടി കിടക്കുന്നു. അപ്പോൾ എൻ്റെ മോനൊക്കെ പോയാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ല മഴ കേട്ടോ. വൈകുന്നേരം മക്കൾ 2 പേരും, ഒരാൾ കളിക്കാൻ പോയിട്ടുണ്ട്, ഒരാൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ഇപ്പം വരമ്മാന്നൊക്കെ പറഞ്ഞ് പോയതാണ് കേട്ടോ. ഒരു 5-5:30 ആയപ്പോഴത്തേന് ഇവിടെ നല്ല മഴയൊക്കെ പെയ്ത്. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്താൽ ഒരു മൂട് കൂടിയ മാതിരിയാവില്ലേ. നമ്മളെ താഴത്തേക്ക് നോക്കുമ്പം തിരെ വൃത്തിയില്ലാത്ത മാതിരും, മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കില്ല. ഈ മഴയൊക്കെ ആയിട്ട് നല്ല പച്ചപ്പും ഇലകൾക്കൊക്കെ നല്ലൊരു കളറും ഒക്കെ വരും. നല്ല തൂമ്പൊക്കെ ഇങ്ങനെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ ഈ പച്ച കളറായിട്ട്. നമ്മളെ മുറ്റൊന്നും പിന്നെ നോക്കിയേ വേണ്ട, കാണേ വേണ്ട അല്ലേ. അപ്പോൾ നമ്മൾ മുൻവശം അങ്ങനെ ചളിവിളി ആവില്ല കേട്ടോ. ലേശം വെള്ളം കെട്ടിയൊക്കെ നിന്നാലും ചളിവിളി ഒന്നാവില്ലേ. നമ്മളെ ബേക്ക് ഭാഗമാണ് കേട്ടോ, തിരെ വൃത്തി ഉണ്ടാവില്ല. മഴയൊക്കെ പെയ്താൽ തിരെ ഇറല്ല കേട്ടോ നമ്മളെ ഈ വാർപ്പിന്. അപ്പോൾ ഒന്നായിട്ട് ഇങ്ങോട്ട് തെറിക്കും, ചളികളൊക്കെ തെറിക്കും. അപ്പോൾ നമുക്ക് മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് താഴത്തൊക്കെ നോക്കണ്ടല്ലേ. അപ്പോൾ ഒരു ദിവസം മഴ പെയ്ത ശേഷം പിന്നെ ഇവിടെ മഴ നിന്നില്ല കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ദിവസം മഴ പെയ്യും കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത മഴ ഒരുപാട് പെയ്യട്ടെ അല്ലേ. അപ്പം വെള്ളമില്ലാത്തവർക്കൊക്കെ ഇപ്പോൾ വെള്ളമായി എന്ന് കേട്ടപ്പോൾ നമുക്കൊരു മനസ്സിനൊരു സമാധാനം. നമ്മളൊക്കെ ഒരുപാട് വെള്ളം കൊണ്ട് നമ്മളങ്ങനെ വെള്ളം ഉണ്ട് വിചാരിച്ചിട്ട് വെറുങ്ങനെ അങ്ങോട്ട് വേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ. ഒരു മോട്ടർ ചിന്തിയാൽ തന്നെ നമ്മൾ പെട്ടെന്ന് പൈപ്പൊക്കെ അങ്ങോട്ട് തുറക്കും ഒക്കെ ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ വെള്ളമൊക്കെ പിടിച്ച് വെക്കും. വെള്ളമൊന്നും വേസ്റ്റ് ആക്കില്ല കേട്ടോ, വെള്ളം ഉണ്ട് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ പാത്രങ്ങളൊക്കെ ഞാനിങ്ങനെ നല്ല വൃത്തിയിൽ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പം നല്ല ഇടിയൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ കറണ്ടില്ല. ഞാൻ വിചാരിച്ച് ഇഷാ നിസ്കരിച്ചിട്ടൊക്കെ അടുക്കളയൊക്കെ ഇറങ്ങാൻ വിചാരിച്ചു. ആ സമയത്തൊക്കെ കറണ്ടൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുത്തന് ഇരുട്ടത്തുണ്ട് എന്താ കട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിക്കാണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കട്ലൈറ്റ് ഉണ്ടാക്കിയിട്ട് ബെന്നിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് തിന്നാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ഇരുട്ട്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ തേച്ച് വെക്കുന്ന ഇടയിലാണ് കേട്ടോ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. സ്റ്റാൻഡൊന്നും വെക്കാനുള്ള ഇതൊന്നും അവിടെ ഇല്ല അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഒരുതി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നൊന്നും പറയണ്ട ഈ ഭാഗത്തുള്ളൊരു സംഭവങ്ങൾ ഒന്നായിട്ട് എന്താ പറയല്, റാക്കുമേലെ ഉള്ളിൻ്റെ തോലും ഉരുളക്കിഴങ്ങിൻ്റെ തോടും ഒക്കെ അങ്ങോട്ട്
നാശകോശാക്കിയിട്ടിരിക്കുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒന്നും പറയില്ല കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒന്നും പറയില്ല. കാരണം വൃത്തിയുടെ ആയാലും വേണ്ടിയില്ല ഒരു ഭക്ഷണം ഉണ്ടാക്കി പഠിക്കട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. അവനക്ക് പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം, മാഷാ അല്ലാ. മറ്റവനക്കും അറിയാം കേട്ടോ, ലേശം മടിയാണെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് വീട്ടമ്മമാരും നമ്മൾ ഈ അടുക്കളയിൽ ഈ കറണ്ട് ഇല്ലെങ്കിലും വെളിച്ചമുണ്ടെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ് അല്ലേ. ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞിട്ടൊക്കെ കേൾക്കാൻ സാവധാനം കേൾക്കാമെന്ന് വിചാരിച്ചതിന് പിന്നെ ഞാൻ വിചാരിച്ച് കറണ്ട് ഏതായാലും ഇല്ല, ഇനിയിപ്പോൾ നിസ്കരിക്കലൊക്കെ കറണ്ടൊക്കെ വന്നിട്ട് നിസ്കരിക്കുക വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻക്ക് ഞാൻ ഫോണിൻ്റെ ലൈറ്റും കത്തിച്ചിക്കാണ്ടാണ് ഞാൻ ഓൻ്റെ ഈ ഉരുളക്കിഴങ്ങ് മുറിച്ചതും ഉള്ളി മുറിച്ചതും ഒക്കെ ഞാൻ എൻ്റെ ഫോണിൻ്റെ ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് എന്തായാലും ഞാൻ ഇപ്പോൾ അവിടെ അടുക്കളയിലല്ലേ, ഈ ഇരിടത്ത് തന്നെ അങ്ങോട്ട് കുത്തിരുന്ന് നമ്മളെ പാത്രങ്ങളും റേക്കും വൃത്തിയാക്കാൻ വിചാരിച്ച്. അപ്പം നമ്മൾ എത്ര ഇരുടായാലും നമ്മളെ കണ്ണ് കെട്ടിയാലും നമ്മളെ അടുക്കള നല്ല നീറ്റാക്കൂലേ. അത് നീറ്റാക്കാതെ നമ്മൾ അകത്തേക്ക് പോകുകയില്ല. അങ്ങനെ എത്ര അസുഖം ഉണ്ടെങ്കിലും ഈ തിരി പൊന്താതായാൽ ചില ദിവസം നമ്മൾ അടുക്കളയ്ക്ക് ഇറങ്ങൂല എന്നുള്ളൂ. എന്നാൽ ലേശമെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ കഴിയുമെങ്കിൽ നമ്മൾ അടുക്കള നീറ്റാക്കാതെ നമ്മൾ അകത്തേക്ക് കയറൂല. വേറെ എവിടെയും വൃത്തിയാക്കിയില്ലെങ്കിലും രാവിലെ എണീച്ച് വരുമ്പോൾ നമ്മൾ ആ അടുക്കള നീറ്റാക്കിയാലാണ് സമാധാനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ റേക്കുമ്മലൊക്കെ ഇങ്ങനെ ടേബിൾ മേലൊക്കെ ഇതാ നമ്മളെ ബർഗറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ മെഴുകുതിരിയൊക്കെ ഇതാ ഇപ്പം കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മെഴുകുതിരി നല്ല ഫാന് തിരിഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാവുകയാണ്. അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ കേട്ടോ. ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീട്ടമ്മമാർ ഏത് ഇരിടത്തും ഏത് വെളിച്ചത്തും എല്ലാം ഒരുപോലെ പണിയെടുക്കില്ലേ. ഏത് കണ്ണ് കെട്ടിയാലും നമ്മളെ വീട്ടമ്മമാർ 100% വീട്ടമ്മമാർ നമ്മൾ അടുക്കള നീറ്റാക്കാതെ പോവില്ലല്ലോ അല്ലേ. അപ്പം അതാണ് നമ്മളെ വീട്ടമ്മമാർ. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.